നമസ്തേ. പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് തീർത്ത പ്രതിസന്ധികളിൽ നിന്ന് ലോകം ഇപ്പോഴും കരകയറിയിട്ടില്ല. പ്രവാസ ലോകത്തും മറ്റിടങ്ങളിലും പ്രശ്നങ്ങൾ തുടരുകയാണ്. കേരളത്തിലേക്കുള്ള പ്രവാസികളുടെ തിരിച്ചുവരവ്, പുനരധിവാസം, അവരുടെ മടക്കം എല്ലാം പല നാളുകളിൽ പല തലത്തിൽ നാം ചർച്ച ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഏവരെയും ആശങ്കയിലാക്കി കോവിഡ് മൂന്നാം തരംഗം ഉണ്ടായേക്കും എന്ന മുന്നറിയിപ്പുകൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും പ്രവാസികളെ അത് പ്രതികൂലമായി ബാധിക്കും. കോവിഡ് മൂന്നാം തരംഗം മുൻകരുതലും സുരക്ഷയും എങ്ങനെ? പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് ശ്രീ പി.വി. രാധാകൃഷ്ണപിള്ളൈ, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രജനീഷ് കുമാർ, ദി ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീ ആനന്ദ് നായർ, ആരോഗ്യ പ്രവർത്തക ശ്രീമതി എലിസബത്ത് തോമസ് വൈദ്യൻ എന്നിവർ ആണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യം ശ്രീ പി.വി. രാധാകൃഷ്ണപിള്ളയിലേക്ക് പോവുകയാണ്. ശ്രീ പി.വി. രാധാകൃഷ്ണപിള്ളൈ, നേരത്തെ ഇത് വന്നേക്കുമോ എന്ന ഒരു ആശങ്കയായിരുന്നു. ഇപ്പോൾ അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പലയിടങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇന്ന് 17,000-ത്തിലധികം ആണ് രോഗികളുടെ എണ്ണം. TPR പ്രതിദിനം ഉയരുന്നു. ഇന്നും 11.97 കുതിച്ചുയർന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഈ മാസം അവസാനത്തോടുകൂടി മൂന്നാം തരംഗം വന്നേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന ആശങ്ക വന്നിരിക്കുന്നു. നേരത്തെ തന്നെ കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ പിന്നിട്ടപ്പോഴും ഇവിടെ പ്രവാസികളുടെ കാര്യം വല്ലാതെ പരുങ്ങലിലായിരുന്നു. അവരുടെ പുനരധിവാസം അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ പല തലങ്ങളിൽ ചർച്ച ചെയ്തുവെങ്കിലും അതിനൊന്നും ഒരു പരിഹാരമുണ്ടായിട്ടില്ല. അപ്പോൾ ഈ മൂന്നാം തരംഗത്തിൻ്റെ വരവ് കൂടി നമുക്ക് മുന്നിൽ അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ എത്രത്തോളം ആശങ്കയിലാണ് പ്രവാസ ലോകം? തീർച്ചയായും ജനം TV ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്കെടുത്തത് തീർച്ചയായിട്ടും ഈ സമയത്തിന് അനുയോജ്യം തന്നെയാണ്. മൂന്നാം തരംഗത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഡെൽറ്റ വേരിയന്റിന്റെ പുതിയ വേരിയന്റിന്റെ കടന്നുവരവിനെ കുറിച്ച് ലോകം മുഴുവൻ ആശങ്കയോടെയാണ് കേൾക്കുന്നത്. ഇന്ത്യയിലൊക്കെ എത്തിയെന്നും എത്തിയില്ല എന്നും കേൾക്കുന്നുണ്ട്. ജൂലൈ ആദ്യം എത്തുമെന്നും പലയിടത്തും പുതിയ വേരിയന്റിനെ കണ്ടെത്തി എന്നും പറയുന്നുണ്ട്. ഈ പ്രവാസികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ബഹ്റിൻ താമസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് അതിന്റെ പോസിറ്റീവ് സൈഡ്സ് നോക്കി കഴിഞ്ഞാൽ, അതായത് കൊറോണ വ്യാപനവും അതേ തടയാനുള്ള മെഷേഴ്സ് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ അല്പം സുഹൃതം ചെയ്തവരാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ബഹ്റിൻ പോലെ ഒരു രാജ്യത്ത് ഇതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസത്തോടെയും കൃതാർത്ഥതയോടും കൂടിയാണ് ഞങ്ങൾ നോക്കുകയാണ്. ഇവിടുത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 1ൽ താഴെയാണ്. അതായത് ഇന്ന് തന്നെ 100ൽ താഴെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത കേസുകൾ. അപ്പോൾ വളരെ ഫലപ്രദമായി ബഹ്റിൻ ഗവൺമെന്റ് ഈ കോവിഡിന്റെ വ്യാപനത്തെ തടയുവാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ കോവിഡ് മാനേജ്മെന്റ് ആണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ മൂന്നാം വരവിനെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യകരമായ തയ്യാറെടുപ്പുകൾ ബഹ്റിൻ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രവാസികള് ഓരോ ദിവസം കഴിയുന്തോറും ബാക്ക് ടു വേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റ് ടു വെസ്റ്റ് എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഓരോ ദിവസം പോകുന്തോറും ഞങ്ങളുടെ സ്ഥിതി, ഞങ്ങൾ ഈ സമൂഹത്തിന്റെ സ്ഥിതി, ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് മലയാളികളുടെ സ്ഥിതി ആശങ്കാജനകമായി തുടരുക മാത്രമല്ല മോശമായിക്കൊണ്ടിരിക്കുന്നത്. അത് പല തലങ്ങളിലാണ്. അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഏകാന്തത, അല്ലെങ്കിൽ മെന്റലായിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ വളരെ ആശങ്കയോടെയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും പ്രവാസികളുടെ പുനരധിവാസത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. 15 ലക്ഷത്തോളം ആളുകൾ ഔദ്യോഗികമായിട്ട് ഈ കൊറോണ കാലത്ത് ഇന്ത്യയിലേക്ക് പോയി. അതിലൊരു 6-7 ലക്ഷം തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ഈ പുനരധിവാസത്തെ കുറിച്ച് താങ്കൾ പറയുന്നുണ്ട്. അതിനെപ്പറ്റി പല തലങ്ങളിൽ, അത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ചർച്ച നടക്കുന്നു. പക്ഷെ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ പല പരിമിതികളുണ്ട്. ഇപ്പൊ ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആരെയും കുറ്റപ്പെടുത്തുവാൻ അറിയാറില്ല. ഗവൺമെന്റുകൾ ചെയ്യുന്ന, അതായത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഞാൻ ശ്ലാഘിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തിരിച്ച് എല്ലാവരും മടങ്ങിപ്പോകുന്ന പ്രവാസിയെ കുറിച്ച് സംസാരിക്കുന്നത്, പക്ഷേ ഇവിടെ കഴിയുന്ന പ്രവാസിയെ കുറിച്ച് കൂടി ചിന്തിക്കുവാൻ സമയമായി എന്നുള്ളതാണ് എൻ്റെ വിദഗ്ധമായ അഭിപ്രായം. കാരണം ഡേ ടു ഡേ അഫയേഴ്സിൽ ഇവിടെ ഉള്ള 3-3.5 ലക്ഷത്തോളം മലയാളികളുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ
ഇവിടുത്തെ മലയാളിയുടെ പൊതുസംഘടനയായ ബഹ്റിൻ ഖലീജ് സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടുത്തെ മലയാളികളുടെ, ഇവിടുത്തെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഇന്ത്യ ഗവൺമെന്റും കേരള സർക്കാർ തയ്യാറാണ്. കാരണം ഒരു റിവേഴ്സ് റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ റീഹാബിലിറ്റേഷനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും മടങ്ങിപ്പോയ പ്രവാസികളെ കുറിച്ച് കാര്യങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന, ഇവിടെ തുടരുന്ന പ്രവാസികളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് ആലോചിക്കുവാനും അവരെ സഹായിക്കുവാനും കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം എന്നാണ് ആമുഖമായി എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ശ്രീ പി വി രാധാകൃഷ്ണപിള്ള, ഇപ്പോൾ ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇക്കാര്യത്തിൽ സന്നദ്ധ സംഘടനകൾക്ക് തീർച്ചയായും താങ്കൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്, ഇതൊരു അപരിചിതമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയാണ്. ഇപ്പോൾ അത് 1.5 വർഷം പിന്നിട്ടുവെങ്കിലും ഏത് രീതിയിലൊക്കെ അതിൻ്റെ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും പഠന വിഷയമാക്കേണ്ട ഒന്നാണ്. അതിനാൽ തന്നെ ഗവൺമെൻറ്റുകൾക്ക് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ അതിൻ്റേതായ പരിചയക്കുറവും ഒക്കെയുണ്ട്. എങ്കിലും സന്നദ്ധ സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ അവിടെയുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളുടെ നിലനിൽപ്പ്, അവരുടെ തുടരൽ, അതുകൂടി പ്രതിസന്ധിയിലാണ്. അത്തരം കാര്യങ്ങൾ കൂടി ഇന്ത്യ ഗവൺമെൻറ്റും ഇവിടെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഏതിലാണ് ആ രീതിയിലുള്ള ഒരു അടിയന്തര ശ്രദ്ധ പതിയേണ്ടത്? അക്കാര്യത്തിൽ ബഹ്റിൻ കേരളീയ സമാജം അടക്കമുള്ള സംഘടനകൾക്ക് എന്താണ് നിർദ്ദേശിക്കാറുള്ളത്? അതുകൂടി കേട്ടതിന് ശേഷം ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകാം. തീർച്ചയായിട്ടും 18 മാസക്കാലമായി നമ്മുടെ ഗൾഫ് മേഖലയെ ഈ കോവിഡ് പ്രതികൂലമായി ബാധിച്ചിട്ട് 2020 ഫെബ്രുവരിയിലാണ് ആദ്യമായി ഈ കൊറോണ ഇവിടെ വലിയ തോതിൽ ആഞ്ഞുവീശുന്നത്. അതിനുശേഷം ഈ 18 മാസക്കാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതായത് ഇന്ത്യക്കാരുടെ ഇടയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകൾ തന്നെയാണ് നിർവഹിച്ചത്. അതിന് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഗവൺമെന്റുകളുടെ സാമ്പത്തികമായി യാതൊരു പിന്തുണയുമില്ല. കാരണം അതിന് പരിമിതികളുണ്ട്. സാമ്പത്തികമായി പിന്തുണയില്ല എന്ന് ഞാൻ പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, കാരണം അതിന് പരിമിതികളുണ്ട്. കാരണം പുറത്തു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് ഗവൺമെന്റുകൾക്ക് പല പരിമിതികളുണ്ട്. ഈ 18 മാസക്കാലവും ഇവിടുത്തെ ജനങ്ങളെ താങ്ങി നിർത്തിയിരുന്നത് നല്ലവരായ പൊതുപ്രവർത്തകർ തന്നെയാണ്. അത് ബഹ്റിൻ ഖലീജ് സമാജം മാത്രമല്ല, ആയിരക്കണക്കിന് വരുന്ന പൊതുപ്രവർത്തകർ, സംഘടനകളൊക്കെയാണ് ഇതുവരെ ഇവരെ ഇങ്ങനെയുള്ള ആളുകളെ താങ്ങി നിർത്തിയിരുന്നത്. പക്ഷേ സന്നദ്ധ സംഘടനകളുടെയും പൊതുപ്രവർത്തകരുടെയും നടുവൊടിഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം. കാരണം ഇപ്പോ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്, സംഘടനകൾ വലിയ ബുദ്ധിമുട്ടിലാണ്, വ്യവസായികൾ ബുദ്ധിമുട്ടിലാണ്, സാധാരണ ഞങ്ങളെയൊക്കെ സഹായിക്കുന്ന ആളുകളൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്. കാരണം 18 മാസക്കാലമായി ഇങ്ങനെ വരുമാനമില്ലാത്ത അല്ലെങ്കിൽ പലതരത്തിൽ നാട്ടിൽ പോകാൻ പറ്റാത്ത ആളുകളെ സഹായിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. എങ്ങനെയാണ് ഗവൺമെന്റുകൾ സഹായിക്കാൻ തയ്യാറാവേണ്ടത്? ഒരു കാര്യം ഞാൻ പറയാം. എപ്പോഴും നമ്മൾ ഡിസ്കഷനിൽ വരുന്ന ഒരു കാര്യം ഇന്ത്യൻ വെൽഫെയർ ഫണ്ടിനെ കുറിച്ച്. കോടിക്കണക്കിന് രൂപ ഇന്ത്യൻ വെൽഫെയർ ഫണ്ട് എന്ന നിലയിൽ നമ്മൾ എംബസിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ അത് പ്രവാസികൾ കളക്ട് ചെയ്ത പൈസ തന്നെയാണ്. അപ്പൊ അത് റീഡിഫൈൻ ചെയ്യണം, അതിന്റെ ഉപയോഗം റീഡിഫൈൻ ചെയ്യണം. ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ബഹുമാനായ വിദേശകാര്യ വകുപ്പ് മന്ത്രി ബഹറിലെത്തിയപ്പോൾ സൂം മീറ്റിംഗിൽ ഞാൻ ഇന്ത്യൻ സംഘടനകളെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന് മുന്നിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഉറപ്പു നൽകുകയാണ്. കാരണം ഇന്ത്യൻ വെൽഫെയർ ഫണ്ട് ഇന്ത്യൻ വെൽഫെയർ ഫണ്ടിന്റെ ഉപയോഗത്തെക്കുറിച്ച് റീഡിഫൈൻ ചെയ്യുന്നു, കേന്ദ്ര ഗവൺമെന്റ് റീഡിഫൈൻ ചെയ്യാൻ പോകുന്നു എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയാണ്. പക്ഷേ ഇതുവരെ അതിന്റെ തീരുമാനം എത്തിയില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആ പൈസ ഉപയോഗിക്കുന്ന വളരെ തുച്ഛമായ രീതിയിലാണ്. കുറച്ച് ഫുഡ് പാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാനോ ഒരു നിവർത്തിയില്ലാത്ത ചില തിരിച്ചു പോകാൻ നിവർത്തിയില്ലാത്ത ചില ആളുകളുടെ ടിക്കറ്റ് ബെയർ ചെയ്യുന്നതിന് മാത്രമാണ്. പക്ഷെ അതല്ല, ആ പൈസ ഉപയോഗിച്ച് കൂടുതൽ സഹായിക്കാൻ വേണം. കാരണം നമുക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെയൊക്കെ ടിക്കറ്റ് സന്നദ്ധ സംഘടനകളായി എടുക്കുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി ഇവിടെ നിന്ന് മടങ്ങാനാവാത്ത ആളുകൾ, കേസിൽപ്പെട്ട ആളുകൾ, വാടക കൊടുക്കാൻ നിവർത്തിയില്ല ആളുകൾ, സ്കൂൾ ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ആളുകൾ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബില്ല് കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ആളുകൾ, അത് മെറിറ്റ് അനുസരിച്ച് ഈ വെൽഫെയർ ഫണ്ടിൽ നിന്നും ഉപയോഗിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഇടയിലുണ്ടാണ്. ഒന്ന്, സംസ്ഥാന സർക്കാരിനാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരുപാട് വ്യവസായ പ്രമുഖരൊക്കെ നാട്ടില് വലിയ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവരോട് ഇവിടുത്തെ മലയാളികളുടെ ഇടയിൽ ഈ ചാരിറ്റി പ്രവർത്തനത്തിന് വ്യാപിപ്പിക്കാൻ അവരോട് സംസ്ഥാന ഗവൺമെന്റിന് ആവശ്യപ്പെടാം. തന്നെയുമല്ല, ഇവിടെയുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന മലയാളികളായ വ്യവസായികളും അല്ലെങ്കിൽ മലയാളികളായ കോൺട്രാക്ടർമാരും മലയാളികളായ ജോലിക്കാർ അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഈ നമ്മുടെ ചെറിയ ബിസിനസ് ചെയ്യുന്ന മലയാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
അവർക്ക് ചില സാമ്പത്തിക സഹായം, പൈസ വെറുതെ കൊടുക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇവിടെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാൻ നിവർത്തിയില്ല. അവരുടെ പ്രോപ്പർട്ടി ഉണ്ടാകും, അവിടെ പ്ലഡ് ചെയ്ത് അവർക്ക് സാമ്പത്തികം കൊടുക്കുവാനും അത് ഇവിടെ കൊണ്ട് സെറ്റിൽ ചെയ്യാനും തയ്യാറാണ്. ഞാൻ പറയുന്നത് കേരള സർക്കാരിന്റെ പ്രതിനിധികൾ ഓരോ ഗൾഫ് നാടുകളിലും സന്ദർശിച്ചിട്ട് അവിടുത്തെ മലയാളികൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അത് ഗവൺമെന്റ് തലത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുവാനും കഴിയണം. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഞാൻ ഇതിന്റെ ചർച്ച തുടരുന്നതിനിടയ്ക്ക് ഞാൻ താങ്കളോട് ശരി വളരെ നന്ദി ശ്രീ PV രാധാകൃഷ്ണപിള്ളൈ. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. ഡോക്ടർ രജനീഷ് കുമാർ, 1.5 വർഷത്തിലധികമായി നമ്മൾ ഈ ഭയം വേണ്ട, ജാഗ്രത മതി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ വളരെ സങ്കീർണമായ, അപകടകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്നാണ് കേരളത്തിൽ ഇന്നും പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 17,000-ത്തിലധികം പേർ ഇന്നും രോഗികൾ ആണ്. TPR 11.97 മറ്റോ ആയി ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എവിടേക്കാണ് നാം പോകുന്നത്? ഇപ്പോൾ പ്രവാസ ലോകത്ത് കഴിയുന്നവരുടെ നിലനിൽപ്പ് പോലും പ്രശ്നത്തിലാണ്. ഇവിടെയും കടക്കെണിയിലാണ്. ഈ തുണികൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടാതെ കെട്ടിക്കിടക്കുകയാണ്. ഇവന്റ് മാനേജ്മെൻറ്റ് മേഖല, കാറ്ററിംഗ് മേഖല തുടങ്ങിയ എല്ലാ മേഖലകളും പൂർണ്ണമായും തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ സ്തംഭിച്ചിരിക്കുന്നു. ഇനി എന്ത് മുൻകരുതലും സുരക്ഷയുമാണ് നാം ഈ 3ാം തരംഗം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതൊരു റിയാലിറ്റിയാണ് എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടത്? ഇനി എന്താണ് മുന്നിലുള്ള പോംവഴി? നമ്മുടെ മുന്നിൽ പഴയ മുമ്പ് നടന്ന പാൻഡമിക്കുകളുടെ വേവ്സ് അറിയാം. ഏറ്റവും മാരകമായത് 1918 സ്പാനിഷ് ഫ്ലൂ ആയിരുന്നു. അത് 1918 1919 ഇടയിൽ ഓൾമോസ്റ്റ് 50 ദശലക്ഷം ആളുകളെ കൊല്ലപ്പെട്ടു. ഓരോ തരംഗത്തിലും കൂടുതൽ ആളുകൾ മരിച്ചു. അതേപോലെ ഈ നമ്മുടെ COVID-19 ഇതുവരെ 41 lakh ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. 3ാമത്തെ വേവ് വരികയാണ്. നമുക്ക് 3ാമത്തെ വേവ് വരാനുള്ള മെയിൻ കാരണങ്ങൾ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാരണങ്ങൾ, ഒന്ന് വൈറസിന്റെ ബിഹേവിയർ, രോഗിയുടെ സസെപ്റ്റിബിലിറ്റി, ട്രാൻസ്മിസിബിലിറ്റി, വൈറസിന് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി. ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് രോഗികളുടെ എണ്ണവും ഡെത്ത് റേറ്റും നിയന്ത്രിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ ബിഹേവിയർ ഓഫ് വൈറസ് നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡ്യൂ ടു മ്യൂട്ടേഷൻ ആൻഡ് എവറിത്തിങ് ഇറ്റ് കീപ് ഓൺ ചേഞ്ചിങ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രോഗികളുടെ സസെപ്റ്റിബിലിറ്റി, രോഗം ബാധിക്കാനുള്ള രോഗിയുടെ സസെപ്റ്റിബിലിറ്റി നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പുരുഷന്മാർ, പ്രായമായവർ, ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയുള്ളവർക്കെല്ലാം അണുബാധ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി ആരോഗ്യപരമായ ഭക്ഷണക്രമം, പേഴ്സണൽ ഹൈജീൻ, സ്ലീപ്പിംഗ്, വേണ്ടത്ര സ്ലീപ്പ്, കുറഞ്ഞ സ്ട്രെസ്, യോഗ, എക്സസൈസ് ഇതൊക്കെ ചെയ്യാം. പിന്നെ പ്രധാനമായത് വാക്സിനേഷൻ. കോവിഡ് വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 70 to 97% പ്രൊട്ടക്ഷൻ കിട്ടും. കോവിഡ് ഡിസീസ് വരില്ല എന്നല്ല, നമുക്ക് വന്നു കഴിഞ്ഞാലും അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഹോസ്പിറ്റലൈസേഷൻ കുറവായിരിക്കും, സീരിയസ് കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും. സോ നമ്മൾ വാക്സിനേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, കൂടുതൽ പേര് വാക്സിനേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ബിഹേവിയറൽ വാക്സിൻ, കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ. പൊതുസ്ഥലത്തും പുറത്തും നമ്മൾ മാസ്ക് ധരിക്കുക, മാസ്ക് മുഖത്ത് തന്നെ ധരിക്കുക, താഴോട്ട് വലിക്കരുത്, സംസാരിക്കുമ്പോൾ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുക. കൈ കഴുകാതെ കണ്ണ്, മൂക്ക് എന്നിവ തൊടരുത്. സോപ്പും വെള്ളവും സാനിറ്റൈസർ ഉപയോഗിച്ച് തുടർച്ചയായി കൈ കഴുകുക. ചുമയോ തുമ്മലോ ഉണ്ടെങ്കിൽ കൈമുട്ട് മടക്കി നമുക്ക് മുഖം കവർ ചെയ്ത് മാത്രം ചുമക്കുക. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സാമൂഹിക അകലം പാലിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വൈറ്റമിൻ ഡി തുടങ്ങിയ ഡെഫിഷ്യൻസി ഒക്കെ അതും നമ്മുടെ രോഗങ്ങളുടെ സങ്കീർണത കൂട്ടുകയാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടുതൽ റീസെന്റ് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. പ്രോപ്പർ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമുക്ക് രോഗത്തിന്റെ സിവിയറിറ്റിയും എക്സാജറേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് തടയാനും പറ്റുന്നതാണ്. പിന്നെ ട്രാൻസ്മിസിബിലിറ്റി, മനുഷ്യന്റെ പെരുമാറ്റച്ചട്ടവും വൈറസ് മ്യൂട്ടേഷനുമാണ് ട്രാൻസ്മിഷൻ നിരക്കുന്നത്. പുതിയ വകഭേദങ്ങൾ വളരെ ഹൈലി ട്രാൻസ്മിസിബിൾ ആണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത നമുക്ക് വേണ്ടുന്നതാണ്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ 3ാം തരംഗം അത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യത എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ? കുട്ടികളെ മാത്രം ബാധിക്കണമെന്നില്ല.
കുട്ടികൾ വന്നാലും അത്ര സീരിയസ് ആവാൻ ചാൻസ് കുറവാണ്, കാരണം അവരുടെ ACE2 റിസപ്റ്റർ കുറവാണ്. എന്നാലും കുറച്ച് കേസസ് സീരിയസ് ആവുന്നുണ്ട്. എന്നാലും കുട്ടികളെ എക്സ്ക്ലൂസീവായി ബാധിക്കണമെന്നില്ല, കാരണം മിക്കവാറും മറ്റുള്ളവരൊക്കെ ബാധിച്ചു കഴിഞ്ഞു. പ്രായമുള്ളവർക്ക് വന്നു കഴിഞ്ഞു. സെക്കൻഡ് ഇപ്പം കൂടുതൽ സ്ട്രോങ് സ്ട്രെയിൻ അവർക്ക് ആന്റിബോഡി ഉള്ളതുകൊണ്ട് അവർക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ യങ്ങർ ജനറേഷനാണ് കുറച്ചും കൂടെ ട്രെൻഡ് കാണുന്നത്. ശരി, ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ശ്രീ ആനന്ദ് നായരിലേക്കും ശ്രീമതി എലിസബത്ത് തോമസ് വൈദ്യനിലേക്കും തിരിച്ചെത്തും. പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം തുടരുകയാണ്. ശ്രീ ആനന്ദ് നായർ ദി ഇന്ത്യൻ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയാണ്. വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങളാണ് മറ്റൊരു വിധത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ ഓൺലൈൻ ആയിക്കഴിഞ്ഞാലും ക്ലാസ് മുറിയിൽ അധ്യാപകർ കുട്ടികൾക്ക് നേരിട്ട് പാഠങ്ങൾ പകർന്നു നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജൈവികമായ ഒരു ബന്ധമുണ്ടല്ലോ, ഒരു ഊഷ്മളതയുണ്ടല്ലോ, അത് ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്കില്ല. അതടക്കമുള്ള പല പരിമിതികളും പരാതികളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഈ കോവിഡ് 3ാം തരംഗം എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ കൂടി നേരിടാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇനി എന്താണ് മുന്നിലുള്ള പ്രശ്നങ്ങൾ, പോംവഴികൾ? നമസ്കാരം. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ഈ ഗൾഫിലത്തെ ഏറ്റവും വൺ ഓഫ് ദ വലിയ ബിഗസ്റ്റ് സ്കൂൾസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പലതരം കുട്ടികളുണ്ട്. ഈ ഏജ് ഗ്രൂപ്പ് ഓഫ് 12 to 18 ഇപ്പൊ കുറച്ചും കൂടി സേഫ് ആണ്, കാരണം അവർക്ക് വാക്സിനേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ബഹ്റൈൻ ഈസ് വൺ ഓഫ് ദോസ് കൺട്രീസ് വെയർ ദ വാക്സിനേഷൻ ഇസ് മാക്സിമം ഹാപ്പനിങ് ഫോർ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 12 to 18. ഇന്ത്യയിൽ ഇപ്പോൾ വാക്സിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റിൽ ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. അത് ഓപ്പൺ ആയിട്ടില്ല 12 to 18. അതായത് ഇറ്റ്സ് എ മോസ്റ്റ് വെൽക്കം step if the government of India takes up the pressure and ഈ വാക്സിനേഷൻ ഈ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാം. അതല്ല, പക്ഷെ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് ബിലോ 12, ഈ 3ാം തരംഗം എന്ന് നമ്മൾ പറയുമ്പോൾ തേർഡ് വേവ് എന്നാണ് ഉദ്ദേശിച്ചത്. തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ വേർ ഡിഡ് ദ സെക്കൻഡ് വേവ് എൻഡ് ടു ഫോർ ദ തേർഡ് വേവ് ടു ബിഗിൻ? സോ ഇറ്റ് ഈസ് എ മിത്ത്. ഒരു മിത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരു തേർഡ് വേവ് വരണു, അതുകൊണ്ട് എല്ലാവരും പേടിച്ചിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ഈ സെക്കൻഡ് വേവിന് യു ലുക്ക് അറ്റ് കേരള, യു ലുക്ക് അറ്റ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, യു ലുക്ക് അറ്റ് ബഹ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, സെക്കൻഡ് വേവിനെ ടോട്ടലി വൈപ്പ് ഔട്ട് ആയിട്ടില്ല. സെക്കൻഡ് വേവിനെ ടോട്ടലി കഴിഞ്ഞിട്ടില്ല, സീറോ ആയിട്ടില്ല. സീറോ ആയതിനു ശേഷം after some time some other wave is starting, then we can say it as a third wave. This is nothing but an extension of the second wave, so we have to be really careful. പിന്നെ whatever research work or statistics I have gone through it, ഈ വേരിയന്റ്, അതായത് ഈ വൈറസ് വേരിയന്റ് ഒരിക്കലും ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല ബിറ്റ്വീൻ എ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്. ഡോക്ടർ രജനീഷ് പറഞ്ഞ പോലെ ഇത് ഏത് ഏജ് ഗ്രൂപ്പിനും വരാം. പക്ഷെ സം ഓഫ് ദ ഏജ് ഗ്രൂപ്പ് ഹാവ് ഓൾറെഡി ഡെവലപ്ഡ് ആന്റിബോഡീസ്, അല്ലെങ്കിൽ വാക്സിനേഷൻ ത്രൂ അവർ കുറച്ചും കൂടി സേഫ് ആണ്. So it is children are susceptible to that. But Indian Pediatric Association says that 91% of the children are not likely to be affected by any such wave, because the immunity factor in the child is automatically high. Adonde let us not live in fear. As everyone said, Mr. P.V. Radhakrishnan Pillai said, Dr. Rajni said, this situation of people is far beyond what we think right now it is, because people are going through a tough and challenging time, and especially children. കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ടൈം ഫേസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഇല്ല, ഒരു ഇന്ററാക്ഷൻ ഇല്ല. ഒരു കുട്ടി പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ചാപ്റ്റർ മാത്രമല്ല, ആ കുട്ടി പഠിക്കേണ്ട എൻവയൺമെന്റ് ആണ്, ആ കുട്ടി പഠിക്കേണ്ട ടീച്ചറിന്റെ ക്ലാസ് ഒബ്സർവേഷൻ ആണ്. ആ ടീച്ചർ എങ്ങനെ ബിഹേവ് ചെയ്യണം, ആ ടീച്ചർ എങ്ങനെ സംസാരിക്കണം, how the teacher speaks through the eyes, how the teacher interacts, how the teacher expresses, how the teacher takes a child into confidence. ഇതെല്ലാം ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കണം. അത് ആ കുട്ടിക്ക് മിസ്സിംഗ് ആണ്. കാരണം ഒരു സ്ക്രീൻ നോക്കി കുറച്ചു നേരം ഇരിക്കാം, അതൊരു ഹെൽത്ത് ഹസാർഡ് പോലെയാണ്. സോ വാട്ട് ഈസ് റിക്വയർഡ് ഇസ് ദാറ്റ് വി ഷുഡ് ഗെറ്റ് ബാക്ക് ടു അവർ ക്ലാസ് റൂംസ്. ഹൗ സേഫ് ഇറ്റ് ഈസ് ഫോർ ദ മെഡിക്കൽ ഫെറ്റർണിറ്റി ടു വർക്ക് ഓൺ ഇറ്റ്. പക്ഷേ whatever I have studied, Scandinavian countries like Sweden, Denmark, ഇവരാരും ഇവരുടെ പ്രൈമറി സ്കൂൾസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രൈമറി സ്കൂൾസിൽ the infection rate for children has been less than 2%. പക്ഷേ അവിടെ ഓഫ് കോഴ്സ് ടീച്ചേഴ്സ് ഇൻഫെക്ട് ആയിട്ടുണ്ട്. അപ്പൊ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ് ഐ ഹാവ് മോർ ഇമ്മ്യൂണിറ്റി ദർ. അപ്പൊ അവരാരും ഒരിക്കലും ഈ പാൻഡമിക് സമയത്ത് പോലും പ്രൈമറി സ്കൂൾസ് അവർ ക്ലോസ് ചെയ്തിട്ടില്ല. ഇൻ എ ഡിഫറെന്റ് വേ, സോഷ്യൽ ഡിസ്റ്റൻസിങ് മെഷേഴ്സ് വിത്ത് പ്രോപ്പർ മാസ്ക്, സാനിറ്റൈസേഷൻ, അവർ ആ സ്കൂൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. Bahrain government should be appreciated here because the kind of work they have done, and especially to vaccinate the age group of 12 to 18 എന്ന് പറയുമ്പോൾ 8th standard മുതൽ 8 to 12 standard students. Very soon, my assessment is that these age group will be asked to come to school, and that's the most welcome sign. The other age group also,
ഈ തേർഡ് വേവ് നമ്മൾ തേർഡ് വേവ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോർത്ത് വേവ് വരും. ബിക്കോസ് റൈറ്റ് നൗ there is no medicine for this variants or whatever the new forms of variants are coming. We can only prevent it. So the best way to prevent is that educate children, educate the teachers, find out how best the teachers and students in a correlated atmosphere and the parents together can stop it. But please get back the children to the classroom. That is very much necessary. കാരണം ഇപ്പൊ ഇവിടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, അല്ലെങ്കിൽ കൊറോണ വൈറസ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, ഇവിടെ വരുന്നത് ഹെൽത്ത് ഇഷ്യൂസ്, ഒരു മെന്റൽ ഇൽനെസ് ഫോർ ചിൽഡ്രൻ, ഡിപ്രഷൻ ഫോർ ചിൽഡ്രൻ. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് epidemic that is going to happen. So if that happens, mental health, illness, children are not meeting each other. They are on the cell phone throughout. When you actually use a cell phone and when you learn things live from a teacher, it's different. ഇന്നിപ്പോ എല്ലാം പബ്ജി ആർമീസ് ആണ്, പബ്ജി സോൾജേഴ്സ് ആണ് എല്ലാവരും. പബ്ജി കളിച്ചിട്ട് you cannot win a battle. You will have to be present there and understand how a battle has to be won. And for that, children should get back to the classroom. So my opinion is that third wave or fourth wave, let us not just predict wave and stop. Let us do something so that നമ്മളുടെ ഈ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് തിരിച്ചെത്തും. കാരണം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മൾ എന്താ ഒരു ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞ ഒരു ജനറേഷൻ ആണ്. ഓൾറെഡി 1.5 years ഈ കുട്ടികൾ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. വീട്ടിൽ നിന്നാണ് ഇപ്പൊ അവരുടെ പഠനം നടക്കുന്നത്. അപ്പൊ ഈ 1.5 years അവർക്ക് ഔട്ട്സൈഡ് വേൾഡ് ആയിട്ട് ബന്ധമില്ല. ഈ 1.5 years they have lost back in their life. ഓക്കെ, ഒരു കുട്ടിയുടെ ഒരു വർഷം പോവാന്ന് പറഞ്ഞ വലിയൊരു ഇഷ്യൂ എന്നല്ല, അത് നമുക്ക് പിന്നെ മേക്കപ്പ് ചെയ്യാം. പക്ഷേ ഈ കുട്ടിക്ക് അതിന്റെ കൂടെ വരുന്ന ഒരു മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ദാറ്റ് ഈസ് എ ബിഗ് തിങ് വിച്ച് വി ഷുഡ് സ്റ്റോപ്പ്. In somehow we should get back these children to the class. Yes, അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ശ്രീ ആനന്ദ് നായർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് അക്കാര്യത്തിൽ ഡോക്ടർ രജനീഷ് കുമാറിൻ്റെ വിദഗ്ധാഭിപ്രായം കൂടി അനിവാര്യമാണ്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീമതി എലിസബത്ത്, ആരോഗ്യമേഖല, നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രവർത്തകരെ ഇതിനിടയിൽ നഷ്ടപ്പെട്ടു എന്ന വിവരം കൂടി നമുക്കറിയാം. ഇപ്പോഴും കടുത്ത ആശങ്കയിലൂടെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഏകദേശം വാക്സിനേഷനൊക്കെ ഫലപ്രദമായ ഒരു അവസ്ഥയിലേക്ക് ആരോഗ്യ മേഖലയിലെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടാകും. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ ബഹ്റിൻ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഏറ്റവും നന്നായിട്ട് വാക്സിനേഷൻ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്, ഫുള്ളി സ്റ്റാഫ് വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അവർക്ക് എത്രത്തോളം സ്റ്റാഫിനും അത് അല്ലാതുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനും വർക്കേഴ്സിനും എത്രത്തോളം വാക്സിനേഷൻ ആക്കാവോ അത്രത്തോളം അവർ വാക്സിനേറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം എമൗണ്ട് വാക്സിനേഷൻ പെർ ഡേ ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം സിവിയറിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതായത് കേസസുകളുടെ എണ്ണം ഇപ്പൊ വളരെ കുറവാണ്. അതായത് ഈവൻ ക്ലീനേഴ്സിന് പോലും വാക്സിൻ കൊടുത്ത് അവരെ ഫുള്ളി വാക്സിനേറ്റഡ് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ കടന്നുപോയി. ഇപ്പൊ ഒത്തിരി റിലീഫാണ്, മെന്റൽ റിലീഫ് ഉണ്ട്. നേരത്തെ എന്നൊക്കെ പറയുമ്പം ശരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സോസ്റ്റഡ് ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളോട് ഇന്ററാക്ട് ചെയ്യാനോ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഇച്ചിരൂടെ ഫ്രീലി ആയിട്ടുണ്ട്. വാക്സിനേറ്റഡ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ ഇമ്മ്യൂണിറ്റി ലെവലിലേക്ക് റീച്ച് ആയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ബെസ്റ്റ് ഇതാണ്, കുഞ്ഞുങ്ങൾക്ക് വാക്സിനേറ്റഡ് ആക്കുന്നത് 12 years എബവ് ഇവിടെ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെയാണ്. പിള്ളേര് മെന്റൽ സ്ട്രെസ്സോടുകൂടി വീട്ടിലിരിക്കുന്നു, അവർക്കൊരു റിലീഫ് ഉണ്ടാവണേ അവർക്ക് ദേ ഹാവ് ടു ബാക്ക് ടു സ്കൂൾ, എന്നാലേ അവർക്ക് പറ്റത്തുള്ളൂ. അവർ തന്നെ പറയുന്നുണ്ട്, അമ്മ എന്നാണ് ഇത് ഒന്ന് മാറുന്നത്, എന്നാണ് ഞങ്ങൾക്ക് പോകേണ്ടത്, ഞങ്ങൾക്കൊന്ന് പോയേ പറ്റൂ. അവരുടെ ആ സ്പോർട്സ് എല്ലാം മിസ്സാവുകയാണ്. അത് ഇന്ത്യൻ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ ആക്ടിവിറ്റീസും ഉള്ള ഒരു സ്കൂളാണ്. അപ്പൊ അവർക്ക് അതെല്ലാം അവർക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം എല്ലാവരും വാക്സിനേറ്റഡ് ആയതിലൂടെ പ്രിക്കോഷൻസ്, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നില്ല. ഇവിടെ നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആണ്, അതെല്ലാവരും പാലിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും പാലിക്കുന്നത് കൊണ്ട് നമുക്കത് മുമ്പോട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ പറ്റുന്നുണ്ടെന്നുള്ളതാണ്, സക്സസ് ആവുന്നുണ്ട്. ശ്രീമതി എലിസബത്ത്, ഞാൻ എലിസബത്തിലേക്ക് തന്നെ വരാം. എനിക്കൊരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വിഷയം, ശ്രീമതി എലിസബത്ത് മുന്നോട്ട് വെച്ച ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണ്. അതിനാൽ എലിസബത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.